ഹരിഹരൻ അഗ്രി ടോക്ക് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വെറൈറ്റി മുളകിൽ നിന്ന് 20-ലധികം ബൈ പ്രൊഡക്ട്സുകൾ നിർമ്മിക്കാൻ സാധിക്കുമോ? എന്താണ് സ്കോച്ച് ബോണറ്റ്? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മുളകിനങ്ങളിൽ ഒന്നാണിത്. കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് ജമൈക്കയിൽ തലമുറകളായി കൃഷി ചെയ്തു പോരുന്ന ഈ മുളക് ഇന്ന് ലോകത്താകമാനമുള്ള പാചക വിദഗ്ധരുടെ പ്രിയപ്പെട്ട ചേരുവയാണ്. ഇതിന്റെ പ്രത്യേകത കേവലം എരിവ് മാത്രമല്ല, അതീവ രുചികരമായ ഒരു ഫലവർഗത്തിന്റെ മണവും ഇതിനുണ്ട്. 2 അടി മുതൽ 4 അടി വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടികൾ കൃത്യമായ പരിപാലനം നൽകിയാൽ ധാരാളം വിളവ് തരുന്നവയാണ്. സ്കോട്ട്ലൻഡുകാർ ധരിക്കുന്ന തൊപ്പിയുമായി ഇതിനുള്ള സാമ്യം കൊണ്ടാണ് സ്കോച്ച് ബോണറ്റ് എന്ന പേര് വന്നത്. എന്തുകൊണ്ടാണ് ഈ മുളകിന് ഇത്ര രസകരമായ ഒരു പേര് വന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സ്കോട്ട്ലൻഡിൽ നിന്നാണോ വരുന്നത്? ആരെങ്കിലും ഒരു സ്കോട്ടിഷ് തൊപ്പി ധരിച്ച് ഇത് കണ്ടെത്തിയതാണോ? ശരിക്കും അങ്ങനെയല്ല. ഈ പഴത്തിന്റെ ആകൃതി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അത് ശരിയല്ല. ഈ പഴത്തിന്റെ ആകൃതി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഈ രൂപങ്ങൾ കൃത്യമായി യോജിക്കുന്നു. ഇതൊരു പരമ്പരാഗത സ്കോട്ടിഷ് തൊപ്പി പോലെ തോന്നുന്നില്ലേ? അങ്ങനെയാണ് ലോകപ്രശസ്തമായ ഈ മുളകിന് ആ പേര് വന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചമുളകിനേക്കാളും കാന്താരി മുളകിനേക്കാളും എത്രയോ മടങ്ങ് തീവ്രമാണ് ഇതിന്റെ എരിവ്. എരിവ് മാത്രമല്ല, മാങ്ങയുടെയും സിട്രസിന്റെയും പൈനാപ്പിളിന്റെയും ഒക്കെ മണം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് ലോക വിപണിയിൽ ഈ മുളകിനെ പ്രിയങ്കരമാക്കുന്നത്. ഓരോ വലിയ കാർഷിക ബിസിനസിന്റെയും തുടക്കം ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. ലോക പ്രശസ്തമായ സ്കോച്ച് ബോണറ്റ് പെപ്പർ കൃഷിയിലും വിജയത്തിന്റെ രഹസ്യം ശരിയായ കൃഷിരീതികളാണ്. നമുക്ക് ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് വിളവെടുപ്പിലേക്കുള്ള ഓരോ ഘട്ടവും പരിചയപ്പെടാം. കാലാവസ്ഥ. കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും 22 മുതൽ 34 ഡിഗ്രി വരെയുള്ള താപനിലയും പ്രസ്തുത കൃഷിക്ക് തികച്ചും അനുയോജ്യമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണും 6 മുതൽ 6.8 വരെ pH-ഉമാണ് കൃഷിക്ക് ഏറ്റവും യോജിച്ചത്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ല. നഴ്സറിയും നിലമൊരുക്കലും. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മികച്ച വിത്തുകൾ വാങ്ങി സീഡ് ട്രേകളിൽ പാകി 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ ആരോഗ്യമുള്ള തൈകൾ നടാൻ പാകമാകുന്നു. ഉഴുതൊരുക്കിയ മണ്ണിൽ ബെഡുകൾ എടുത്ത് കൃഷി തുടങ്ങാം. ബെഡ് തയ്യാറാക്കുമ്പോൾ പ്ലാസ്റ്റിക് മൾച്ചിങ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. മൾച്ചിങ്ങിന്റെ പ്രധാന ഗുണങ്ങൾ ഇവയാണ്. 1. കള നിയന്ത്രണം. കളകൾ വളരുന്നത് പൂർണ്ണമായും തടയാൻ ഇതിലൂടെ കഴിയും. 2. ഈർപ്പം നിലനിർത്തൽ. മണ്ണിലെ ജലാംശം ബാഷ്പീകരിച്ചു പോകാതെ നിലനിർത്തുന്നതിനാൽ വെള്ളം വലിയ തോതിൽ മൾച്ചിങ്ങിലൂടെ ലാഭിക്കാം. 3. രോഗപ്രതിരോധമാണ്. അമിതമായി മഴയുള്ള സമയങ്ങളിൽ ബെഡിൽ വെള്ളം കെട്ടിക്കിടന്ന് വേരുപടലങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്ന ഫംഗൽ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ മൾച്ചിങ്ങിന് കഴിയും. കൂടാതെ മൾച്ചിങ് ഷീറ്റിനും ബെഡിനും ഇടയിൽ ഹ്യൂമിഡിറ്റി കൂടുന്നത് ചെടിയുടെ വേരിന്റെ വളർച്ച കൂട്ടാൻ വളരെ സഹായിക്കുന്നു. മറ്റൊന്ന്, നൽകുന്ന വളങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇവോപ്പറേറ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതിനും വളങ്ങൾ വെള്ളത്തോടൊപ്പം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കുന്നതിനും മൾച്ചിങ് ഏറെ സഹായകരമാണ്. പരിപാലനം. വായു സഞ്ചാരവും വെളിച്ചവും യഥേഷ്ടം ലഭിക്കാൻ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് വേണം ചെടികൾ നടാൻ. സ്കോച്ച് ബോണറ്റ് പെപ്പർ അധികം വെള്ളം ആവശ്യമില്ലാത്തതിനാൽ തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഏറ്റവും അനുയോജ്യം. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾക്കൊപ്പം മണ്ണു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മറ്റു വളങ്ങളും നൽകണം. കൃത്യമായ നിരീക്ഷണവും സംയോജിത കീട നിയന്ത്രണ രീതികളും വഴി കീടരോഗങ്ങളെ ഫലപ്രദമായി തടയാം. വിളവെടുപ്പ്. 2-3 മാസത്തിനുള്ളിൽ ചെടികൾ പൂവിടുകയും കായ്കൾ പഴുത്തു തുടങ്ങുകയും ചെയ്യും. ആവശ്യാനുസരണം വിളവെടുത്ത് ഗ്രേഡ് ചെയ്ത് എക്സ്പോർട്ടിംഗ്, സൂപ്പർ മാർക്കറ്റ്, ബൈ പ്രൊഡക്റ്റ് നിർമ്മാണം എന്നിവ ബ്രാൻഡിംഗ് രീതികൾ പ്രയോജനപ്പെടുത്തി നടത്താവുന്നതാണ്. കരീബിയൻ കൺട്രിയായ ജമൈക്കയെ ലോക പ്രശസ്തമാക്കിയ ഈ കൃഷി കേരളത്തിലും ഒരു സംരംഭമാക്കി മാറ്റി വിജയിപ്പിക്കാൻ സാധിക്കുമോ? വർഷങ്ങളോളം ജമൈക്കയിൽ
ഒരു അഗ്രി പ്രോജക്റ്റിന്റെ ഫാം മാനേജരായി ജോലി ചെയ്തിരുന്ന എനിക്ക് കോച്ച് ബോണറ്റ് എന്ന മുളക് കൃഷിയിലൂടെ നേടിത്തരുന്ന വലിയൊരു ലാഭത്തെക്കുറിച്ച് നേരിട്ട് അറിവുള്ളതാണ്. പ്രസ്തുത കൃഷി കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കാം, എങ്ങനെ അതൊരു സംരംഭമായി ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. മികച്ച അഗ്രി ബിസിനസ് ആശയങ്ങളും എന്റെ അന്താരാഷ്ട്ര കാർഷിക അനുഭവങ്ങളും ഞാൻ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ജമൈക്കയിൽ നിന്ന് ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം എൻ്റെ ചില കാർഷിക സുഹൃത്തുക്കളുമായി ഞാൻ ഈ സ്കോച്ച് ബോണറ്റ് കൃഷിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അവരെന്നോട് ചോദിച്ചത്, എന്തിനാണ് ഈ വിദേശ ഇനം കൃഷി കേരളത്തിൽ കൊണ്ടുവരുന്നത് എന്ന്. എന്തുകൊണ്ട് കേരളം സ്കോച്ച് ബോണറ്റ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നമുക്ക് പരിശോധിക്കാം. സ്കോച്ച് ബോണറ്റ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളും വിപണന സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. അവ എന്താണെന്ന് പരിശോധിക്കാം. ഒന്ന്, അനുയോജ്യമായ കാലാവസ്ഥ. കരീബിയൻ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള ഉഷ്ണമേഖല കാലാവസ്ഥയാണ് നമ്മുടേത്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മിതമായ ചൂട് സ്കോച്ച് ബോണറ്റ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. രണ്ട്, മണ്ണും മഴയും. കേരളത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണും കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്ന മഴയും സ്കോച്ച് ബോണറ്റ് പെപ്പറിന് വളരെ അത്യുത്തമമാണ്. മൂന്ന്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട്. ലോക പ്രശസ്തമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന ഖ്യാതി നമ്മുടെ നാടിനുണ്ട്. കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന പാരമ്പര്യത്തോടൊപ്പം സ്കോച്ച് ബോണറ്റിന്റെ അന്താരാഷ്ട്ര ഡിമാൻഡ് കൂടി ചേരുമ്പോൾ ഇത് കർഷകർക്കും സംരംഭകർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് തന്നെ സ്കോച്ച് ബോണറ്റ് ഉൽപാദനവും വിപണനവും നമുക്ക് മുന്നിൽ വളരെ സാധ്യതകളാണുള്ളത്. 4, കയറ്റുമതി സൗകര്യങ്ങൾ. കേരളത്തിലെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സാഹചര്യം ഇന്ന് വളരെ മികച്ചതാണ്. 5, ടൂറിസം മേഖല. നമ്മുടെ നാട്ടിലെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഡിമാൻഡാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ, ജമൈക്ക എന്ന രാജ്യത്ത് സ്കോച്ച് ബോണറ്റ് പെപ്പർ നേടിയെടുത്ത സാമ്പത്തിക വിജയം നമുക്ക് കേരളത്തിലും ആവർത്തിക്കാൻ കഴിയും. സ്കോച്ച് ബോണറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രീമിയം ബിസിനസ് സംരംഭം നമുക്ക് കെട്ടിപ്പടുക്കാം. സ്കോച്ച് ബോണറ്റിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒട്ടേറെ വെല്ലുവിളികളും നമുക്ക് മുന്നിലുണ്ട്. കൃഷിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായ്മ, മാർക്കറ്റിംഗിലെ പ്രശ്നങ്ങൾ, ഗുണനിലവാരം ഉറപ്പുവരുത്തുക, സംസ്കരണ സൗകര്യങ്ങൾ നടപ്പിലാക്കുക എന്നിങ്ങനെയുള്ള ഒട്ടേറെ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ കൃത്യമായ പരിശീലനത്തിലൂടെയും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും ഇതെല്ലാം തന്നെ മറികടക്കാവുന്നതാണ്. സ്കോച്ച് ബോണറ്റ് സാധ്യതകൾ. ഒരൊറ്റ മുളക്, 20ലധികം ഉൽപ്പന്നങ്ങൾ. നമുക്ക് ഇനി ഇതിന്റെ ബിസിനസ് സാധ്യതകളിലേക്ക് കടക്കാം. മുളക് വിറ്റ് പണം സമ്പാദിക്കുക എന്നതിനപ്പുറം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാം. രുചിക്കൂട്ടുകൾ നിർമ്മിക്കുവാൻ ബാർബക്യൂ സോസുകൾ, പിസ്സ സീസണിംഗ്, ജെർക്ക് സീസണിംഗ്, പ്രീമിയം ഹോട്ട് സോസുകൾ, പ്രീമിയം മസാല പൗഡർ, ഫ്ലോക്സ് പേസ്റ്റുകൾ, ചില്ലി ഓയിൽ, പിക്കിൾസ്. ഇതിന്റെ വ്യാവസായിക പ്രാധാന്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഔഷധ ഗുണമുള്ള ക്യാപ്സലൈൻ വേർതിരിച്ചെടുക്കൽ, റെഡി എന്നിവയ്ക്കൊക്കെ ഇതിന്റെ എക്സ്ട്രാക്ഷൻ ആവശ്യമാണ്. മറ്റൊരു സാധ്യത, സ്കോച്ച് ബോണറ്റ് പെപ്പർ ഫ്രഷായി വിൽക്കുന്നതിന് പകരം കൃത്യമായ പ്രോസസ്സിങ്ങിലൂടെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വിപണിയിൽ വളരെയധികം സാധ്യതകളാണ്. ഡ്രൈഡ് സ്കോച്ച് ബോണറ്റ് പെപ്പർ വളരെ കാലം സൂക്ഷിച്ചു വയ്ക്കുന്നതിനും വളരെ എളുപ്പത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനും സാധിക്കുന്നു. മാത്രമല്ല, ഒട്ടേറെ ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഡ്രൈഡ് സ്കോച്ച് ബോണറ്റ് വളരെ അത്യന്താപേക്ഷിതമാണ്. ആധുനിക കൃഷിരീതിയുടെ വിജയമെന്നത് കേവലം ഉൽപാദനത്തിൽ മാത്രമല്ല, മികച്ച വിപണന രീതിയിലും കൂടിയാണ്. ഒരു സാധാരണ കർഷകനും വിജയിയായ ഒരു സംരംഭകനും തമ്മിലുള്ള വ്യത്യാസം തങ്ങളുടെ ഉൽപ്പന്നത്തെ മികച്ച രീതിയിൽ വിപണിയിൽ പ്രസന്റ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ്. തങ്ങളുടെ ഉൽപ്പന്നം കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുക എന്നത് മാറി അതിൻ്റെ ഉപോൽപ്പന്നങ്ങളാക്കി
വിപണിയിൽ പ്രസന്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ശരിയായ ഡ്രൈയിങ് രീതികൾ, ഹൈജീനിക് പാക്കേജിംഗ്, ക്വാളിറ്റി ഗ്രേഡിംഗ് എന്നീ രീതികളിലൂടെ സ്കോച്ച് ബോണറ്റ് പെപ്പറിനെ ഒരു ലോകോത്തര ബ്രാൻഡാക്കി മാറ്റാൻ നിങ്ങൾക്ക് ആവശ്യമായ കാർഷിക അറിവുകളും വിജയ ബിസിനസ് തന്ത്രങ്ങളും നൽകി നിങ്ങളെ ഒരു സംരംഭകനാക്കി മാറ്റുക എന്നതാണ് ഹരിഹരൻ അഗ്രി ടോക്ക് ലക്ഷ്യമിടുന്നത്. നിങ്ങളൊരു പ്രാദേശിക കച്ചവടക്കാരനല്ല, മറിച്ച് ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകാൻ കഴിവുള്ള ഒരു സംരംഭകനായി മാറണം എന്ന് ശക്തമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർച്ചയായി വീഡിയോ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ അമർത്തുക. നന്ദി.